സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. മയക്കുമരുന്ന്, സൈക്കോട്രോപിക് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും കടത്തും നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളതും കഠിന തടവും ശിക്ഷയും ലഭിക്കാവുന്നതുമാണ്. വിഷ്ണു, വിഷ്ണു, എടാ വിഷ്ണു, ഞാൻ പോവന്നേ. ഭക്ഷണം ഉണ്ട് ഇവിടെ വെച്ചിട്ട്, എടുത്ത് കഴിക്കണേ. രാത്രി ഫുൾ ടൈം ഫോണിൽ കുത്തി കിടന്നിട്ടല്ലേ. സുലു, തൊപ്പിയിടേ. ഡീജ് അറിഞ്ഞാ ജമീലാന്റെ മകന്റെ കഥ എന്തുണ്ടായേ? എത്താ ഓന് കള്ളോ കഞ്ചാവൊക്കെ കുടിച്ചുങ്ങാണ്ട് പാത്രം എടുത്ത് വലിച്ചെറിയ, ഇമ്മാനെ ചീത്ത അറിയ, എന്തെല്ലാം ഇടങ്ങേറാണ് ആ കുട്ടിയെ പേരേല് കാട്ടുന്നത് അറിയോ? അറിഞ്ഞില്ലല്ലോ. എത്ര ആൾക്കാരാണ് പറയുന്നത്. ഇക്കുറി അവിടെ വെച്ചാ പന്തളി പന്തളി നമ്മളെ ഗ്രൗണ്ടിലല്ല അവിടെ. അത് നമ്മൾ അടിക്കും. അത് നമുക്ക് ശരിയാക്കാം. എന്തേനു നമ്മൾ ഈ നാട്ടിലുള്ള കുണ്ടന്മാരൊക്കെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ കണ്ണി കണ്ട കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കഴിച്ചിട്ട് ആകെ കുടുംബം കൂട്ടച്ചോറാക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഞാനിവിടുത്തെ പഞ്ചായത്ത് മെമ്പറല്ലേ, നിയമസഭയെന്നല്ലേ ഞാന്. അല്ല, നിങ്ങളൊരു മെമ്പർ അല്ലേ? നിങ്ങളുടെ അടുത്തല്ലാതെ ഞങ്ങൾ ആരുടെ പറയണ്ടേ? അല്ല, നിങ്ങളിപ്പോ ബോട്ട് കുത്തിയതായിരിക്കാം. ഓലത്തൊന്ന് പറയാനാവും ഞങ്ങൾക്ക്. ബോട്ട് കുത്തിയതിനെ പറ്റിട്ട് നോക്കണ്ട. മെമ്പറായിട്ട് ആര് നിൽക്കുന്നോ അവരെടുത്താണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇവൻ വല്ല കോഴിയോ മറ്റേതോ മറ്റേതൊക്കെ ആയിട്ട് നിക്കണവന് ഇവനെന്താ പറ്റുക? ഇതേ കളിക്കണ കാട്ടിലെ ബീച്ചും മട്ടാഞ്ചേരിയ പൈസയിലൊക്കെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലതൊന്നും. എല്ലാരും കൂടി ഒന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നാട് നന്നാക്കിക്കൂടെ? ഒരു കാര്യമില്ലേ, ഇത് മറ്റവരോടൊന്ന് പറഞ്ഞത്. ഏതായാലും ഇപ്പൊ ഈ ചേച്ചികൾ പറഞ്ഞല്ലേ, ഒക്കെ നമ്മളെ നാട്ടുകാരല്ലേ, എന്തെങ്കിലും ചെയ്യും. നമുക്കൊന്നും ചെയ്യാൻ പറ്റും നോക്കാം. നമ്മളൊന്ന് കൂടി കഴിച്ചിട്ടേ നമുക്ക് നോക്കട്ടെ കേട്ടോ, എന്താ ചെയ്യാൻ പറ്റുമ്പോൾ നോക്കാം. നമ്മളെ കൊണ്ട് കഴിയാത്തോണ്ട് ഞങ്ങൾ പറഞ്ഞു, അല്ലാന്നുണ്ടല്ല. നമുക്ക് മാക്സിമം ഒന്ന് ആളുകളൊക്കെ ഒന്ന് കൂടി സംസാരിച്ച് MLA സംസാരിക്കാം. നമ്മുടെ നാടിന്റെ ഒരു നന്മക്ക് വേണ്ടിട്ടല്ലേ. എല്ലാ മക്കളും ഇതേപോലത്തെ പാതി വഴിയിലാകണേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണീര് വരല്ലേ ഉള്ളൂ. ഒരമ്മമാർക്കും ഇത് സഹിക്കാൻ കഴിയില്ല. മയക്കുമരുന്നും കഞ്ചാവും കൊണ്ട് ഒരു കുടുംബം മുഴുവനും കൂട്ടിച്ചോറാവുന്നത് കാണുമ്പോ കഴിയില്ല. അമ്മമാരുടെ കണ്ണീരും വേർന്നതും ഇനി മേലില് നമ്മുടെ ഈ നാട്ടില്, ഈ കുടുംബത്തില്, ഈ സമുദായത്തിൽ ഉണ്ടാവരുത്. അതുകൊണ്ടാ പറയുന്നത്. ആയിക്കോട്ടെ, ശരി എന്നാലോ. അതാണ് ശരി. ഇന്നതിന് പറ്റൂല. അതൊക്കെ MLA കൈകാര്യം ചെയ്യുന്ന ഓനെ നല്ലേ കേട്ടോ. ഓൻ പോയിക്കോളും. ഓക്കെ, നമ്മക്ക് ഇവിടെ വല്ല ക്ലബിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. അത് തീരുമാനിച്ച പന്തളിന്റെ കാര്യം കേട്ടോ. അത് നമുക്ക് സെറ്റാക്കണം. ആ കൂടുതലൊക്കെ ശരിയായിക്കോളും. എന്തേ റെഡിയോ സർ? 2-3 പേര് കാണാൻ വന്നിട്ടുണ്ട്. ആരാന്നറിയില്ല. എന്താ കാര്യം? എന്താന്നറിയില്ല, നേരിട്ട് കാണാമെന്നാ പറഞ്ഞു. ഓക്കെ, വരാം. സാർ വിളിക്കുന്നു. നമസ്കാരം സാറേ.
വാ ഇരിക്ക്. എൻ്റെ പേര് സജീർ എന്നാണ്. ആ. നിങ്ങളെ മണ്ഡലത്തിൽ നിന്ന് വരുന്നതാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആണോ? അതെ. നിങ്ങളെ ഞാൻ നേരത്തെ കണ്ടതായിട്ടൊന്നും ഓർക്കുന്നില്ല. എൻ്റെ മണ്ഡലത്തിലുള്ളത് തന്നെയാണോ? സാർ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? മത്സരിച്ചതിന് ശേഷം മണ്ഡലത്തിലോട്ടൊന്നും വന്നിട്ടില്ലല്ലോ, അപ്പോൾ നമ്മളെയൊന്നും കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. നിങ്ങൾ കാര്യം പറ, നമുക്ക് ശരിയാക്കാം. സാറേ, നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നമ്മുടെ മണ്ഡലത്തിൽ 43 പേരാണ് ഈ MDMA ഉപയോഗിച്ചിട്ട് മരണപ്പെട്ടത്. അറിയോ നിങ്ങൾക്ക്? വളരെ ഗൗരവമുള്ള വിഷയമല്ലേ? എൻ്റെ മണ്ഡലത്തിലോ? സാറേ, ഇതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി മുമ്പ് മരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മയക്കുമരുന്നാണ് കണ്ടെത്തിയിരുന്നു. സാറിനോട് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. എവിടെയാണ് നമ്മൾ ഇതൊക്കെ പരാതിപ്പെടേണ്ടത്? ഓക്കെ, നമുക്ക് വേണ്ട നടപടി എടുക്കാം. ഇനി എൻ്റെ മണ്ഡലത്തിൽ ഒരാളും ലഹരി യൂസ് ചെയ്യില്ല. ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം. സാറേ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഇല്ല, കേട്ടതാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അല്ല, ഞാൻ നമുക്ക് പറഞ്ഞു ശരിയാക്കാം. നമുക്ക് ശരിയാക്കാം. ഞാനൊരു രക്ഷിതാവാണ്, മനസ്സിലായി? എനിക്കൊരു പെൺകുട്ടിയാണ്. നിങ്ങൾ അറിയോ, എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ടത്? നിങ്ങൾ പറ. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് ധൈര്യത്തിലാണ്? എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ അതിനുള്ള നടപടി എടുക്കാം. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനുള്ള നടപടി എടുക്കണം സാറേ. തീർച്ചയായിട്ടും, കാരണം നമ്മുടെ നാട് ആ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സമാധാനമില്ല. മനസ്സിലാവുന്നുണ്ട്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ. അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള നടപടി എടുക്കാം. ഓക്കെ, ഞങ്ങൾക്ക് ഓക്കെ. അത് മതി. അത് തീർച്ചയായിട്ടും. മാത്രം കേട്ടാൽ മതി. തീർച്ചയായിട്ടും. ഈ ഒരു വിഷയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നിങ്ങൾ MLA അതേപോലെ തന്നെ നാട്ടുകാരായ ഞങ്ങൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും നമ്മൾ കൂടെ ഉണ്ടാവും. ഞങ്ങൾക്ക് ആ ഒരു വാക്ക് മാത്രം, ആ ഒരു ഉറപ്പ് മാത്രം മതി. ഞങ്ങൾക്ക് പോവാമോ ആ ഒരു വിശ്വാസത്തോടെ കൂടിയിട്ട്? തീർച്ചയായിട്ടും ഇതെന്റെ വാക്കാണ്. ഞാൻ ഉറപ്പ് തരുന്നു. നമ്മൾ അതിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കും. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ. വിനോദി, എന്താ സാറേ? ബീനി എവിടെയെന്നല്ലേ ചോദിച്ചേ? ഇവിടെ ഇല്ല സാറേ, രാവിലെ പോയതാ. കേറി ഇവിടെ എവിടെയെങ്കിലും കാണും. കേറി നോക്കണോ? അവിടെ നോക്കിക്കേ, അവിടെ എവിടെയെങ്കിലും കാണാം. ആ നിൽക്കുന്നവൻ പൊക്കണവനാ. ഇങ്ങോട്ട് അമ്മയുടെ പേ മാഡം. എന്ത് ലേറ്റ് ആയി? ഞാൻ വിചാരിച്ചു ചേച്ചിന്ന് വരില്ലാന്ന്. അത് ബസ് കിട്ടാൻ ലേറ്റ് ആയിരുന്നു. ശരി. ഇച്ചാൻ പോയോ? ഇല്ല, റെഡി ആവണ്ട്. ഞാൻ ഇന്നലെ മാഡത്തിന്റെ അടുത്ത് സംസാരിച്ചത് സാറിനോട് പറഞ്ഞിട്ടുണ്ടോ? റെഡി ആക്കിയിട്ടുണ്ട്. മോൻ നാളെ ബാംഗ്ലൂരൊക്കെ പോവായിരുന്നു. അപ്പോൾ നാളെ അവസാന ഡേറ്റാണ്. ഫീസ് കെട്ടണം, ഇല്ലെങ്കിൽ കോളേജിലേക്ക് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കോളേജ് പരിസരത്തെ കിറുക്കന്മാരുടെ ചെക്കിംഗ് ഉണ്ട്, ശ്രദ്ധിക്കണം. അത് ഞാൻ കൈകാര്യം ചെയ്തോളാം, വേണ്ട രീതിയിൽ കിറുക്കന്മാരെ. നിന്റെ ആങ്ങളെ ബിജു എന്നും മണ്ടാൻ കേട്ടേണി. ഈ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങൂലെന്ന് വിചാരിച്ചോ?
നമ്മൾ നാടിന് അത്രയും ഗുരുതര അവസ്ഥയിലൂടെ ഈ പോണേ. ഇപ്പൊ എന്റെ ഏട്ടനെ പിടിച്ചില്ലേ? പിടിച്ചൊക്കെ പുറത്തിറങ്ങിയില്ലേ? അത് അറിഞ്ഞില്ലേ? എന്ത് പുറത്തിറങ്ങണേ? എടാ ഈ ഒന്ന് മനസ്സിലാക്ക്. നിന്റെ നല്ലതിന് വേണ്ടിട്ട് അതൊക്കെ പറയുന്നത്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, കാട്ടിലെ ബിജുവായിട്ട് നിനക്കെന്താ ബന്ധം? നിങ്ങൾക്ക് ഇപ്പോഴും സംശയം